തിരുവനന്തപുരം നെടുങ്കണ്ടയിൽ യുവാക്കൾക്ക് നടുറോഡിൽ പോലീസ് മർദ്ദനം. ജീപ്പിൽ കൊണ്ടുവന്ന യുവാക്കളെ പൊതുനിരത്തിലിറക്കി പോലീസ് മർദ്ദിക്കുകയായിരുന്നു. അജിത്, ശ്യാം, സജിത്, സജി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം ഉത്സവത്തിനിടെ പോലീസുകാരെ ആക്രമിച്ചു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. കോടതി കയറുന്ന വളവിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കോടതി പോയി ഇന്ത്യ കഴിഞ്ഞപ്പോൾ തന്നെ ഉത്സവത്തിൻ്റെ ചെയർമാനുണ്ട്. ഞാൻ തന്നെ ഇപ്പോഴത്തെ ചെയർമാനാണ്, ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ. അവിടുത്തെ അമ്പലത്തിലെ ചെയർമാനെ വിളിച്ചിട്ട് പറഞ്ഞ് CA നിന്നെ തിരക്കിയൊന്ന് അത് എന്തിനോ മൈക്കോറിൻ്റെ കേസിനാണ്. അത് ഞാൻ പറഞ്ഞു അതിൻ്റെ അടുത്ത് പറ, ഞാൻ കോടതി പോയിട്ട് വരാമെന്ന് പറഞ്ഞു. കോടതി പോയിട്ട് നേരെ അവിടെ തന്നെ വരാമെന്ന് പറഞ്ഞു. വരുന്ന സമയത്ത് ഞാൻ അതിനിടയ്ക്ക് ഒരു വെള്ളം കുടിക്കാൻ ഒരു കടയിൽ നിർത്തി. ആ സമയത്ത് ജീപ്പ് താഴോട്ട് ഉടനെ കണ്ട്. പക്ഷേ ഞാൻ 5 ജീപ്പൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. ഒരു കോടതി വളവിൽ നിന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെയ്തപ്പോൾ ചെന്ന് ജീപ്പിൽ കയറാമെന്ന് പറഞ്ഞ് പിന്നെ മൈക്കോറിൻ്റെ കേസെന്ന് പറഞ്ഞ് ഒരടി മുതുകത്തടിച്ച് പിന്നെ കപാലത്തിനും അടിച്ച് കയറ്റി കുറച്ച് കണ്ണനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ണനെ വിളിച്ച് അത് ബാക്കിയെല്ലാം പറഞ്ഞു. പിന്നെ ഈ അമ്പലത്തിലെന്ന് പറഞ്ഞാൽ 10 വർഷം ഈ ഉത്സവം തുടങ്ങിയിട്ട് എന്നും ഇട്ടുണ്ട്. അതുകൊണ്ടുള്ള ഇവിടുത്തെ ചെയർമാൻ ഞാനാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നമ്മളൊരു ഇത്രയും നിയന്ത്രിച്ചതിന് ഏറ്റവും നല്ല ഈ SI ആണെന്നുണ്ട്. ഈ അടിച്ചതെന്ന് പറഞ്ഞാണല്ലോ SI എൻ്റെ അടുത്ത് പോകാൻ നേരത്തെ പറഞ്ഞ് നീ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് അടിയെല്ലാം കുറഞ്ഞ് നല്ല നിയന്ത്രണമായിരുന്നു. പല സ്ഥലത്ത് കൊച്ചുങ്ങൾ കളിക്കും. അതിപ്പോൾ നിയന്ത്രിക്കാൻ പറ്റൂലല്ലോ. അത്രയൊക്കെ നടന്നോളൂ. പിന്നെ അടിച്ച് ഇതൊക്കെയാണ് ചെയ്തത്. കുടുംബത്തിലോട്ട് നമ്മളെ കുടുംബമായിട്ട് എന്തോ ഒരു ആൾക്ക് പരാതി ഇതുണ്ട്. അവരാണ് ഇത് പറഞ്ഞിതാക്കിയത്. അത് അവരെ കൊണ്ട് മുമ്പ് കൊണ്ട് അടിക്കുന്ന നടക്കാൻ അവിടെ കൊണ്ടിട്ട് അടിച്ചത്. അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒന്നും കുറ്റമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അത് ആരെന്നും അറിയാൻ പറ്റുന്നില്ല. സാറിനെ വിളിച്ച് പറഞ്ഞാൽ അങ്ങനെ ജീപ്പിനകത്തിട്ട് ചീത്ത വിളിയിടാം. നീ അഴുക്ക ചീത്ത വിളിച്ചിട്ട് നിൻ്റെ നാടൻപാട്ട് എങ്ങനെ നടത്തുമെന്ന് അതുവരെ കൃത്യമായിട്ട് ഞാനാണ് പരിപാടി നടത്തുന്നതെന്ന് വരെ കൃത്യമായിട്ട് ആളെ അറിഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല അറിയാൻ പറ്റും. അതൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞ ആളോ അങ്ങനെയൊക്കെ പറഞ്ഞു. നീ അത് തള്ളാക്കി തന്തയ്ക്കൊക്കെ ചീത്ത വിളിച്ച ശേഷമാണ് ഇത് പറഞ്ഞത്. നീ നാടൻപാട്ട് കാണുന്നത് എനിക്ക് കാണണം. അങ്ങനെ വെച്ചിട്ട് നീ ഇവിടുത്തെ ഗുണ്ടയാടാ. ഞാൻ എപ്പോഴും സാറിൻ്റെ തപ്പഴും പറഞ്ഞു. ഒരു കേസിന് ഇതുവരെ ഞാൻ സ്റ്റേഷനിൽ വന്നിട്ടില്ല. പിന്നെ അതുപോലെ ഒരു കോൾ ചെയ്താൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് അവരിവിടെ എന്തെല്ലാം കാര്യത്തിന് എന്നെ വിളിച്ചാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു പരിഗണന പോലും തന്നില്ല. ആ ജീപ്പിൽ കയറ്റി ഇവനെ കണ്ണനെ കയറ്റിയിട്ട് ആരെ കാണിക്കുന്ന ആൾക്ക് അവിടെ എല്ലാം കറക്കിയിട്ട് കൊണ്ടുവന്ന് ജീപ്പ് കൊണ്ട് പ്രാവശ്യത്തെ ആദ്യം ഇവനെ പിടിച്ചിട്ട് കൊളറിച്ച് 2 അടി തിരിച്ച് എന്നെ ഇറക്കിയിട്ട് അവിടെ ജീപ്പിൻ്റെ ഫ്രണ്ടിട്ട് അടിച്ച്. അതെല്ലാം നമ്മളെ മാമനും കാര്യം എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നു. ഭയങ്കര ഇതായി. അവർക്കെല്ലാം ഭയങ്കര ഇതായിപ്പോയി വിഷമം. അന്ന് ഇറങ്ങിയ ഉടനെ നമ്മൾ കയറുന്നില്ല. പോലീസുകാരെ അടിക്കാറായിടാന്ന് പറഞ്ഞ് പിടിച്ച് കയറ്റി റൂമിനകത്ത് കയറുന്നുണ്ടല്ലോ. എനിക്കൊന്ന് ക്യാമറയൊക്കെ അവർ തിരിച്ചു വെച്ചേക്കണില്ല. കയറിയ ഉടനെ ആരാണ് അടിക്കുന്നത് പോലും അറിയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരാളെ 4 പേരൊക്കെ കൂടിയിട്ടാണ് ഇടിക്കുന്നത്. അവസാനം ഞാൻ എൻ്റെ ഇതായിട്ട് ഞാൻ വെച്ചാൽ ഒരു ബ്ലോക്ക് കഴിഞ്ഞാണ് എനിക്ക് അങ്ങനെയാണ് അടി നിർത്തുന്നത്. എന്നിട്ട് പോയി പറഞ്ഞ് കയറി അവിടെ ഇരിടാന്ന് പറഞ്ഞു. പിന്നെ അവർ ആൾക്കാർ വന്നിട്ടാണ് നമ്മൾ എന്നിട്ടും ഒരു ഒത്തൊരുമയില്ല. നമ്മൾ തന്നെ പ്രതിയെന്ന് അവർ കണക്കൂട്ടി ചെയ്യിപ്പിക്കുക നമ്മളെ കൊണ്ട്. വേറെ എന്നുവെച്ചാൽ അത്രയ്ക്ക് ഉപദ്രവം നമ്മളെ കൊണ്ട് ചെയ്യിച്ച്. ഈ റോട്ടിട്ട് ഇടിക്കുന്ന അടി കണ്ടിട്ടുണ്ട്. നാട്ടുകാർ തന്നെ ചോദിച്ചു എന്തിനാണ് ഇത്രയും ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്നെ അവനെയും പബ്ലിക്കായിട്ട് കൊണ്ട് നിർത്തി റോട്ടിൽ നിന്ന് പിടിച്ചിറക്കി വലിച്ച് വണ്ടിയിൽ നിന്ന് എന്നെ പിടിക്കുമ്പോഴും പിടിച്ച് പിന്നെയും കൊണ്ടുവന്ന് ഇറക്കിയിട്ട് റോട്ടിയിട്ടാണ് കുനിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ബൂട്ടിട്ടാണ് ബാക്കിൽ നിന്ന് ചവിട്ടിയത്. അതും അതിൻ്റെ വിഷ്വലുണ്ട് നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്തതെന്ന് വരെ നമ്മളിവിടെ പരിപാടി നടത്തിയതിൻ്റെ വിഷ്വലുണ്ട്. നമ്മളെ ഇവിടെ ഇട്ട് പകുതി ഉപദ്രവിച്ചതിൻ്റെ വിഷ്വലുണ്ട്. പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. പരാതിയായിട്ട് പോകുന്നു. പിന്നെ എന്താ പറയുക, നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ശിക്ഷ വേണമായിരുന്നു. ഇത് തെറ്റ് ചെയ്യാതെ നമുക്ക് ശിക്ഷ തരേണ്ട കേസില്ല.